2026 ഇത് നോക്കി കുത്തിത്തിരിപ്പ് ചോദ്യം. 2026 പാലക്കാട് വോട്ട് ചെയ്യുന്നതാണ് രാഹുൽ പറയുന്നത്. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി ഇന്ന് വോട്ട് ചെയ്യുന്നത്. അത് 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടോ? എന്ത് ചോദ്യം അത്? പ്രായത്തിൻ്റെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പം മനസ്സിലാവും. പ്രായം കൊണ്ടല്ല ഒരാളുടെ യൂത്ത് അളക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് പ്രായം കുറവാണ് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയും അത്ര നല്ലതൊന്നല്ല. സമപ്രായക്കാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് BJP സ്ഥാനാർത്ഥി കുറച്ച് പ്രായം കൂടുതലാണെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടതെന്നാണോ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്? അങ്ങനെയൊന്നല്ല. പ്രായം ഒരു ഘടകമല്ല. മനസ്സിൻ്റെ ചെറുപ്പവും ചുറുചുറുക്കും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള കാര്യപ്രാപ്തി. BJPക്കെതിരെയാണ് മത്സരം. ഇവിടെ എതിരെ എന്നുള്ള വാക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവ് വാക്കുകൾ ഇവിടെ ഇല്ല. ജനങ്ങളുടെ വോട്ട് നമുക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരാളെ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. അവരാരെയും എതിർത്തല്ല തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് എതിർത്ത് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ വോട്ട് ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. ആർക്കൊക്കെയോ വേണ്ടി വോട്ട് ചെയ്യുന്ന 70,000 പേര് ഇവിടെ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതിന് മറുപടി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല, ഇതിപ്പോ ഒരേ രക്തത്തിലുള്ളവർ തന്നെയാണല്ലോ. കാരണം ഇന്നലെയും കൂടി അദ്ദേഹം നടത്തിയ പ്രസ്താവന അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമായി. നാടകത്തിന്റെ തിരക്കഥയിൽ എവിടേക്കോ പാളിച്ച പറ്റി. അപ്പൊ അതുകൊണ്ട് ആ രണ്ടുപേർക്ക് പറയുന്നതും ഈ പറഞ്ഞ ആൾക്കെതിരെ പറയുന്നതൊക്കെ ഒന്ന് തന്നെ. അത് തന്നെയാ പറയുന്നത്. പറയേണ്ടിയിരുന്ന രണ്ടുപേരെന്ന് പറഞ്ഞ് പരാമർശിച്ച പേരുകളും പറഞ്ഞ ആളും ഒക്കെ ഒന്ന് തന്നെയാണെന്നേ. അതല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോഴും രക്തത്തിൽ അത് തന്നെയാണെന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായില്ലേ? അതൊക്കെ CPM വന്നാൽ നടക്കുമായിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ നടക്കുന്ന ഒരേ സമയം രണ്ട് രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ഈ സ്വാതന്ത്ര്യത്തെയാണ് ചോദ്യം ചെയ്ത് പുറത്തു വന്നത്. അത് ദുസ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യനൊരു നിലപാടുണ്ടാവണം, ഒരു ആദർശം ഉണ്ടാവണം. അത് പണയം വെച്ച് 4 വോട്ടിന് വേണ്ടി ചെയ്യുന്നതൊക്കെ തിരിച്ചടിക്കും.